മഴ നനഞ്ഞ മത്സരത്തിൽ തൃശൂർ ടൈറ്റൻസ് സ്വന്തമാക്കിയത് രണ്ടാം തവണയാണ് വിജയം സ്വന്തമാക്കിയത്. അപ്പോൾ ഈ വിജയത്തിന് പിന്നിൽ ഒരു ഹാർഡ് വർക്കിംഗ് ഫാക്ടർ ഉണ്ട്, ഒരു ലക്കി ജെമ്മുണ്ട്. 18 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരനാണ് രോഹിതാണ് എന്നോടൊപ്പം ചേരുന്നത്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു. എന്താണ് ഈ എനർജിയുടെ രഹസ്യം? ഇല്ല, നമ്മൾ ലാസ്റ്റ് മാച്ച് തോറ്റിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാച്ചിൽ നമുക്ക് ജയിക്കേണ്ട ഒരു മാച്ചായിരുന്നു. ഈ മാച്ച് ഒരു മസ്റ്റ് വിന്നായിട്ടാണ് ഞാൻ കണ്ടത്, നല്ല ടീം മുഴുവനായിട്ട് കണ്ടത്. അപ്പോൾ ആ ഒരു ഇതിൽ ഞങ്ങൾ കളിച്ചു, നമ്മൾ ജയിച്ചു. നമ്മൾ നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നു. ഇനിയുണ്ട് 7 മാച്ച്. ഇപ്പോൾ ടൂർണമെൻറ്റ് ജയിക്കാൻ തന്നെയാണ് തവണ. പേര് പറയുന്ന പോലെ വെടിക്കെട്ട് ടീമാണ്. വെടിക്കെട്ട് ബാറ്റിംഗ്, വെടിക്കെട്ട് ബൗളിംഗ്. അപ്പോൾ മുന്നോട്ടുള്ള പ്രതീക്ഷകൾ ഈ കപ്പ് നിങ്ങൾ കൊണ്ടുപോകും എന്നാണോ പറയുന്നത്? അതെ, കപ്പ് നമ്മൾ തന്നെ കൊണ്ടുപോയി. വർഷം ചെറിയ ആൾക്കാരല്ല മുട്ട് കുത്തിച്ചത്, കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് മുൻ ചാമ്പ്യന്മാരെയാണ്. അങ്ങനെ ഒരു ഭയം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു ഡേയിൽ ആരാണ് ഏറ്റവും നന്നായി ക്രിക്കറ്റ് കളിക്കുന്നത് അതുപോലെയാണ്. അല്ല, കഴിഞ്ഞ വർഷം ചാമ്പ്യൻസ് അങ്ങനെയൊന്നും ഇല്ലായില്ല. നമ്മൾ നന്നായി കളിച്ചു, അതുകൊണ്ട് നമ്മൾ ജയിച്ചു. അങ്ങനെ തന്നെ. അപ്പം എത്ര നാളുകൊണ്ട് ഈ ക്രിക്കറ്റിലേക്ക് ഇറങ്ങിയിട്ട്? ഞാനൊരു 10 വയസ്സിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഫസ്റ്റ് സീസൺ ഇവിടെ കാണിയായിട്ട് വന്നു കാണാൻ. സെക്കൻഡ് സീസൺ തൃശ്ശൂർ ടൈറ്റൻസിൻ്റെ ഒപ്പം ഉണ്ടായി. അപ്പോൾ 17 വയസ്സിൽ അന്ന് യങ്ങസ്റ്റ് തന്നെയായിരുന്നു. ഇന്ന് 2 മാച്ച് കളിക്കാൻ കിട്ടി. ഇപ്പോൾ തേർഡ് സീസൺ വന്നപ്പോൾ ഫസ്റ്റ് 2 മാച്ച് അടിച്ചില്ല, എന്നാലും ഈ മാച്ചിന് വേണ്ടി എന്നെ ബാക്ക് ചെയ്തു ടീം. അപ്പോൾ ഈ മാച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയ സന്തോഷം. ഒരു കാര്യം കൂടി അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്, ആരാണ് റോൾ മോഡൽ? എൻ്റെ ക്രിക്കറ്റിലെ റോൾ മോഡൽ രോഹിത് ശർമ്മയാണ്. രോഹിത് ശർമ്മ. പേരും രോഹിത്, അതെന്താണ്? പേര് രോഹിത് എന്നായതുകൊണ്ടാണോ അതോ കളി കണ്ടിട്ടാണോ? അല്ല, അച്ഛൻ പറഞ്ഞത് 2008 വേൾഡ് കപ്പ് കണ്ടിട്ടാണ് എന്നെ അങ്ങനെ പേരിട്ടതാണ്. അപ്പോൾ പിന്നെ ആളുടെ കളിയും, ഇപ്പോൾ ഞാൻ TV കാണുകയാണെങ്കിൽ ആളുടെ കളിയാണ് ഫുള്ളായിട്ട് ഇങ്ങനെ ഇരുന്ന് കാണുക, ഫുള്ളായിട്ട് ഇങ്ങനെ. അച്ഛൻ ക്രിക്കറ്റ് പ്ലെയർ ആണോ? അല്ലല്ല, അച്ഛൻ ക്രിക്കറ്റ് പ്ലെയർ അല്ല. എങ്ങനെയാണ് ഈ ക്രിക്കറ്റിനോട് ഇത്ര ഇഷ്ടം വന്നത്? ഈ TCC എന്ന് പറഞ്ഞ ക്ലബ്ബ് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. അവിടെയാണ് ഞാൻ കളി തുടങ്ങിയത്. ഇപ്പോൾ ബ്രൗളേഴ്സ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബിൽ, അവിടെ നിന്നാണ് എൻ്റെ എല്ലാം മാറിയത്. ബ്രൗളേഴ്സ് എന്ന ക്ലബ്ബിൽ അവിടെ ഉമേഷ് സാറിൻ്റെ അടുത്താണ്. അപ്പോൾ ഉമേഷ് സാറ് എന്നോട് ആ സമയത്ത് പറഞ്ഞു ഇങ്ങനെ കളിയുണ്ട്, കളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അപ്പോഴും എൻ്റെ മനസ്സിലൊരു 25 വയസ്സാകുമ്പോഴേ KCL കളിക്കുള്ളൂ എന്നായിരുന്നു. അപ്പോൾ സാറ് പറഞ്ഞു സംഭവം ഉണ്ട്, ഉമേഷ് സാറാണ് എല്ലാം മാറ്റി തന്നെ എല്ലാ മാച്ചും തന്നത്. അപ്പോൾ എന്തായാലും ഇനി എന്താണ് ഭാവിയിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഈ ഫീൽഡുമായി ബന്ധപ്പെട്ട്? അല്ല, നമുക്ക് രാജ്യത്തിന് വേണ്ടി കളിക്കുക, രാജ്യത്തിന് വേണ്ടി വേൾഡ് കപ്പ് ജയിക്കുക, അത് തന്നെ ഏറ്റവും വലുത്. എനിക്ക് ഇനി തൃശ്ശൂർ ഭാഷയിൽ എന്തെങ്കിലും ഒരു ഡയലോഗ് പറയാമോ? എന്തായാലും വിജയം സ്വന്തമാക്കിയല്ലോ. അല്ല, വെടിക്കെട്ട് ടീമാ. അതൊന്ന് പവർഫുൾ ആയിട്ട് പറയട്ടെ. വെടിക്കെട്ട് ടീമാ. കപ്പും കൊണ്ടേ പോവുള്ളൂ. അതെ, കപ്പ് കൊണ്ടേ പോകും. നമ്മുടെ സുരേഷ് ഗോപിയുടെ ഭാഷ പറയുകയാണെങ്കിൽ ഈ കപ്പ് ഞങ്ങൾ ഇങ്ങ് എടുക്കുവാന്നാണോ? അതെ, അതന്നെ. അതൊന്ന് പറഞ്ഞാട്ടെ. ഈ കപ്പ് ഞങ്ങൾ അങ്ങ് എടുക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. അങ്ങനെ രണ്ടാം വിജയവും സ്വന്തമാക്കി തൃശ്ശൂർ ടൈറ്റൻസ് ഇവിടുന്ന് യാത്ര തുടങ്ങുകയാണ്. വിജയത്തിലേക്കുള്ള യാത്രയിലേക്കാണ് പോകുന്നത് എന്നാണ് രോഹിത് അടക്കമുള്ളവർ പറയുന്നത്. അപ്പോൾ ഈ കപ്പ് ഞങ്ങളിങ്ങ് എടുക്കുക എന്നാണ് സുരേഷ് ഗോപിയുടെ ഭാഷയിൽ നമ്മളോട് രോഹിത് പറഞ്ഞത്. എന്തായാലും ഈ വിജയത്തിലേക്കുള്ള പാതയിലാണ്. അപ്പോൾ അവർക്ക് എല്ലാവിധ വിജയാശംസകളും നേരുകയാണ്. ക്യാമറാമാൻ സന്തോഷിനൊപ്പം അശ്വതി കെ വാതിക്കൽ സൈനിങ് ഓഫ്.